ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് നമ്മുടെ കല്യാണ വിശേഷമാണ്. അപ്പോൾ കല്യാണത്തിന് പോകാനായിട്ട് ഒരുങ്ങി നിന്നൊക്കെയാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾ ആദ്യമാണ് മാറ്റി ഒരുക്കിയിട്ടുണ്ട്. ലിനുമോക്ക് ഇപ്പോൾ എടുത്ത ഡ്രസ്സാണ് കേട്ടോ ഇത്. ഈ ഉടുപ്പ് ടുട്ടൂനും അതേപോലെ ആ ടീഷർട്ട് ഇപ്പോൾ എടുത്തതാണ്. കുട്ടികൾക്ക് മാത്രമേ ഡ്രസ്സ് എടുത്തിട്ടുള്ളൂ. എനിക്ക് പഴയ ഡ്രസ്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ലിനുമോൾ ഇതാ മൈലാഞ്ചിയൊക്കെ ഇട്ടിക്കണം കേട്ടോ. അപ്പോൾ ഓൾ തന്നെയാണ് കേട്ടോ നമ്മളെ പുതിയണ്ണ്. ഇളച്ചൻ്റെ വണ്ടിയിലാണ് പോണത്. അതുകൊണ്ട് തന്നെ ഓൻ വരാൻ വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ്. ഓൻ വന്നിട്ട് ഓൻ്റെ കൂടെ പോകാമെന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ അതാ ഞങ്ങളൊക്കെ മാറ്റി ഒരുങ്ങിയപ്പോഴത്തേനും ഓൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി അതിൽ കയറി പോവുകയാണ്. ഞാനും എൻ്റെ വലിയ നാത്തൂനും ഇളച്ചിയും കുട്ടികളും ഞങ്ങൾ അങ്ങനെ എല്ലാവരും കൂടിയാണ് പോണത്. അതിൽ കൊള്ളണോലൊക്കെ അതിൽ കയറിയിട്ടുണ്ട്. അല്ലാത്തവർ വേറെ രീതിക്കും പോന്നിട്ടുണ്ടായിരുന്നു. കല്യാണം നടക്കുന്നത് ഓഡിറ്റോറിയത്തിലാണ്, വീട്ടിലല്ല. ഓഡിറ്റോറിയത്തിലാണ് കല്യാണം. അപ്പോൾ ഞങ്ങളെല്ലാവരും ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ളുഹർ നിസ്കാരമൊക്കെ കഴിഞ്ഞേരട്ടാ വീട്ടിൽ നിന്ന് പോകുന്നത്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ വൈകുന്നേരം ആവോളം ഇവിടെ നിൽക്കണ്ടേ. അപ്പോൾ പിന്നെ കുറച്ച് സാവധാനം വന്നാൽ മതി എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ ഇവിടെ എത്തിയേക്കിന് തന്നെ ഇതിൻ്റെ നാത്തൂൻ്റെ മോനാണ്. ഓൻ ജ്യൂസിൻ്റെ പരിപാടി ഓനാണ് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ചുകാണ്ട് അകത്തേക്ക് കയറാമെന്ന് വിചാരിച്ചുകാണ്ട് എനിക്ക് മുന്തിരി ജ്യൂസാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലിനുമോക്ക് അത് വേണ്ട, മാങ്ങ ജ്യൂസോ പൈനാപ്പിളോ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഓൾ അത് അടിക്കോളം അവിടെ കാത്തിക്കേനു. അപ്പോൾ നേരെ നമ്മൾ ചെന്നത് ചിഞ്ചുവിൻ്റെ മുന്നിലേക്കാണ്. പുതിയാപ്പിള വന്ന ടൈം ആയതുകൊണ്ട് തന്നെ എല്ലാവരും അതവിടെ കണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാനും ഹോളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ നമ്മളെ പുതിയണ്ണൻകുട്ടീൻ്റെ അമ്മ. ഇപ്പോൾ ഏതായാലും ഞാൻ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയാരാ ഇന്നെ കാണുമ്പോൾ എല്ലാവരും ഒന്ന് പ്രത്യേകം അറിയിട്ടാ. കാരണം ഞാൻ ഈ ക്യാമറയും പിടിച്ചല്ലേ വരുന്നത്. അതുകൊണ്ട് എല്ലാവരും എന്നെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണുണ്ട്. ചെറുക്കനും കൂട്ടരും സ്റ്റേജിന്മേൽ കയറിയേക്കൻ തന്നെ ഭയങ്കര ഡാൻസും കളിയും അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അത് മുഴുവനും കൂടി ഒന്നും വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ചൊക്കെ അങ്ങോട്ട് വീഡിയോ എടുത്തു. ഒരു ഡാൻസൊക്കെ കളിച്ചപ്പോൾ തന്നെ ഞാൻ ഭക്ഷണം കഴിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ ഇപ്പോൾ എൻട്രി ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്നാൽ അതൊന്ന് കണ്ടിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഇതാ പുതിയണ്ണിനെ കൊണ്ടുവരുന്ന എൻട്രിക്കായിട്ട് അങ്ങോട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനും അത് കണ്ടിട്ട് ഭക്ഷണം കഴിക്കാൻ പോകാമെന്ന് കരുതിയിട്ട് ഞാനും അവിടെ തന്നെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ക്യാമറയും പിടിച്ചിങ്ങനെ നിൽക്കണം കണ്ടിട്ട് ഇവരൊക്കെ എന്നെ കളിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ നിങ്ങളെയും കൂടി ഞാൻ ഇതിലാണ് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് ഇവരൊക്കെ എന്നാണ് വീഡിയോ എടുത്തതായിരുന്നു. ഒക്കെ നമ്മളെ ആൾക്കാർ തന്നെയാണ്. ഓരോരുത്തരുടെ പേരെടുത്ത് പറയണില്ല. അപ്പോൾ ഇതാ പുതിയണ്ണ എൻട്രിക്കായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. ഉമ്മയും ഇപ്പം മുന്നിൽ തന്നെ ഉണ്ട് സജീവമായിട്ട്. ബാക്കിൽ ബാക്കിയുള്ളവരും ഉണ്ട്. അങ്ങനെ എല്ലാവരും കൂടി പുതിയണ്ണിനെ സ്റ്റേജിലേക്ക് കയറ്റാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു എൻട്രിയാണ് കേട്ടോ ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മളെ അയൽവാസിയാണ്. ഓലൊക്കെ എൻട്രി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ കുട്ടീൻ്റെ കല്യാണം ഉണ്ട് അടുത്ത മാസം. അപ്പോൾ ഒക്കെ ഒന്ന് കണ്ടു പഠിക്കുകയാണ്. അപ്പോൾ എൻട്രിക്കായിട്ടുള്ള പാട്ട് അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ നല്ല കയ്യട്ടും പാട്ടും ഇവിടെ നടക്കണമുണ്ടായിരുന്നു കേട്ടോ. ആ പാട്ടൊക്കെ എനിക്ക് ഇതിലേക്ക് ഇട്ടാലേ ഇതിനുള്ള രസം കിട്ടുള്ളൂ. പക്ഷേ ഇത് നമുക്ക് ഇടാനായിട്ട് ആ പാട്ട് ഇതിലേക്ക് ഇടാനായിട്ട് പറ്റൂല. അതുകൊണ്ട് ആ ഭാഗം ഞാൻ അങ്ങോട്ട് മ്യൂട്ടാക്കി ഇട്ടേക്കണേ. കുട്ടികളും വലിയവരൊക്കെ ഒരേപോലെ കളിക്കണുണ്ടായിരുന്നു കേട്ടോ. നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ. ഏതായാലും സ്കൂൾ പഠിച്ചിനന്ന് ഒപ്പന കളിക്കാത്ത ആ ഒരു വിഷമം ഓർക്ക് ഇതിമ്മ അങ്ങോട്ട് തീർക്കുകയാണെന്ന് തോന്നുന്നു. ഏതായാലും കയ്യട്ടും പാട്ടൊക്കെ ആയിട്ട് എല്ലാവരും അങ്ങനെ പുതിയണ്ണിനെയും കൊണ്ട് മുന്നോട്ട് നീങ്ങണുണ്ട്. പിന്നെ ഓല കുറച്ച് അവിടെ നിർത്തിയിട്ട് പുതിയണ്ണിനെ കുറച്ച് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പുതിയാപ്പിളിൻ്റെ വരവ് കണ്ടപ്പോൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇതേപോലെ ഒന്ന് കോരി എടുത്തിട്ട് കൊണ്ടുപോകുന്നുള്ളത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. സ്റ്റേജിൽ ഇറങ്ങിയെന്ന് കൈയടിച്ച് കൊണ്ടുപോകുന്നാട്ടോ എല്ലാവരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എടുത്തുകൊണ്ട് ഓടിപ്പോയപ്പോൾ ഭയങ്കര ബഹളയിനോടെ എല്ലാവരും കൂടിയും കൂക്കും പുളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതൊന്നും ഞാൻ ഇതിൽ ആഡാക്കിയിട്ടില്ല. അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ഉണ്ടായതുകൊണ്ട് നമുക്കതൊന്നും ഇതിൽ കൊടുക്കാനായിട്ട് പറ്റൂല കേട്ടോ. അങ്ങനെ സ്റ്റേജിൽ കൊണ്ടുപോയി അങ്ങോട്ടേ വെച്ചിട്ടുണ്ടായിരുന്നു ഓളെ. അപ്പോൾ ഇതായിരുന്നു ഇവിടുത്തെ എൻട്രി. സംഭവം എന്തായാലും ഉഷാറായി. ഇപ്പോഴത്തെ കല്യാണങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ നല്ല രസമാണ്. നമ്മളന്നത്തെ കാലമൊക്കെ എന്താണെന്ന് വെച്ചാൽ പുതിയാപ്പിളാരെ ശരിക്കും മുഖത്തേക്കും കൂടി നോക്കൂലേനു. തല താത്തിയിട്ടുള്ള ഫോട്ടോക്കാരം മിക്ക ആൽബത്തിലും ഉണ്ടാവുക. ഇനി ഞാൻ ചോറ് കഴിക്കാനായിട്ട് പോവുകയാണ്. ഇതാണ് എൻ്റെ മാപ്പിള. അടുക്കള ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത് ഓലേന്നു. എൻ്റെ മൂത്തച്ഛനാണിത്. അല്ലമീൻ കേറ്ററിങ്ങിൻ്റെ മുതലാളിയാണ്. കുട്ടികളൊക്കെ ഇപ്പാരെ കണ്ടപ്പോൾ അവിടെ കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇനി ചോറ് കഴിക്കാനായിട്ട് പോവുകയാണ്. കുട്ടൻ ബിരിയാണിയും കോഴി മന്തിയും ബ്രോസ്റ്റുമാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുട്ടൻ ബിരിയാണി എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് മന്തിയും ബ്രോസ്റ്റും കൂടിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ എപ്പോഴും ഭയങ്കര ഡയറ്റൊക്കെ തുടങ്ങും കേട്ടോ. പക്ഷേ ഇങ്ങനത്തെ ഭക്ഷണമൊക്കെ കാണുമ്പോൾ നമുക്ക് കൺട്രോൾ പോവും. അപ്പോൾ പിന്നെ ഡയറ്റൊന്നും ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ഭക്ഷണം നന്നായിട്ടൊന്ന് കഴിക്കട്ടെ. കല്യാണം അപ്പോൾ എപ്പോഴൊന്നും ഉണ്ടാവില്ലല്ലോ.
എന്ന് ഭക്ഷണം കൺട്രോൾ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കണോ അന്നൊക്കെ എനിക്കൊരു കല്യാണം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ആ കൺട്രോൾ അവിടെ അങ്ങോട്ട് പോകും കേട്ടോ. ഇതിൻ്റെ നാത്തൂൻ്റെ കുട്ടികളാണ്, ഓലിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു, വേറെ ഒന്നിനല്ല. എൻ്റെ ബ്രോസ്റ്റൊക്കെ ഒന്ന് അടിച്ച് മാറ്റാൻ വേണ്ടി വന്നതായിരുന്നു. ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് നാത്തൂന്മാരൊക്കെ ഒന്ന് പോയി കാണുകയാണ്. ഇതിൻ്റെ ചെറിയ നാത്തൂനാണ്. ഭക്ഷണം കഴിച്ചാലേ എല്ലാവരും കണ്ണാണുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഭക്ഷണം കഴിച്ചതിന് ശേഷം എല്ലാവരും കൂടി ഒന്നും കാണട്ടെ വിചാരിച്ച് പോയി. ഇതിൻ്റെ വേറൊരു നാത്തൂനാണ്. എനിക്ക് 5 നാത്തൂന്മാരുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് സ്റ്റേജിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഓരോരുത്തരായിട്ട് ഫോട്ടോ എടുക്കുകയാണ്. ഇതാണ് കേട്ടോ നമ്മളെ പുതിയണ്ണൻകുട്ടിൻ്റെ ഫാമിലി, ഓളെപ്പിമ്മി 2 ആങ്ങളാരും. ഇത് നമ്മളെ പുതിയണ്ണൻകുട്ടിൻ്റെ എളാപ്പയാണ്. അപ്പോൾ ഇനി സ്റ്റേജിൽ വേറൊരു പരിപാടിയും കൂടി നടക്കുന്നുണ്ട്. ഇതാ ഇവളെ ഒന്ന് പിടിച്ച് തിരിച്ചാനുള്ള പരിപാടിയിലാണ് കേട്ടോ. ഇതൊക്കെ കാണാൻ നല്ല രസമാട്ടോ. നമ്മൾ അന്നത്തെ കല്യാണത്തിന് ഇങ്ങനെ പിടിച്ചലും അങ്ങനെ തിരയലും ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഏതായാലും നമ്മളെ കാലങ്ങളൊക്കെ കഴിഞ്ഞു പോയി. ഇനി നമ്മളെ മക്കളെ കാലങ്ങളൊക്കെ ഇങ്ങനെ രസമായിട്ട് കഴിയട്ടെ. അപ്പോൾ അതൊന്ന് കുളിർക്കെ കണ്ട് നിൽക്കുന്നു കേട്ടോ. ഏതായാലും നമ്മളെ ഫിനു പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. ഓക്ക് അള്ളാഹു നല്ലൊരു ജീവിതം, അവൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ജീവിതം തന്നെ പഠിച്ച റബ്ബ് കൊടുക്കട്ടെ എന്നും കൂടി ഈ ഒരു അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇനി ഞങ്ങൾ ഫാമിലി ഇതിലേക്ക് ഫോട്ടോ എടുക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൂടി ഒന്നും കിട്ടിയില്ല കേട്ടോ. ഞങ്ങൾ ഒരുപാട് ആൾക്കാരുണ്ട്, എല്ലാവരും കൂടി ഒന്നും കിട്ടിയില്ല. ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ അതാ ക്യാമറമാൻ കസാലയും കൊണ്ട് വരുന്നുണ്ട്. അവർക്കറിയാം ഇതിപ്പോൾ ഒരു ക്യാമറ ഒരു ഫ്രെയിമിലൊന്നും കൊള്ളൂല എന്നുള്ളത്. അതുകൊണ്ട് ഇതാ കസാലൊക്കെ ഇട്ടെന്ന് എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. കിട്ടിയാലൊക്കെ പാടം നുള്ളിപ്പെറുക്കിക്കാണ്ട് ഒരു ഫോട്ടോ എടുത്തതാണ്. ഏതൊരു കല്യാണത്തിനൊന്നും ഇങ്ങനെ ഫാമിലി ഒന്നായിട്ട് ഫോട്ടോ എടുക്കാൻ തന്നെ ഇട്ടാൽ നമുക്കൊക്കെ യോഗമുള്ളൂ. കാരണം നമ്മളെ മാപ്പിളാർ എന്നും അടുക്കളയിലേക്കാരം, ഓല ജോലി അതാണല്ലോ. അതുകൊണ്ട് ഒരു കല്യാണത്തിനും ഫോട്ടോ എടുക്കാനായിട്ട് ഓല കിട്ടൂല. ജോലി എടുക്കഴിഞ്ഞാലും വെച്ചാൽ ഫോട്ടോ എടുത്ത് നിന്നാൽ പോരല്ലോ, നമുക്ക് ജീവിച്ച് പോകണ്ടേ. അപ്പോൾ അതാ എൻ്റെ നാത്തൂമാർ ഓരോരുത്തരായിട്ട് നിന്ന് അങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഓരോരുത്തരായിട്ട് അങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. എല്ലാവരും ഓരോരോ ഫാമിലി അവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് ഫോട്ടോ എടുക്കാനായിട്ട്. അപ്പോൾ അതാ ഞാൻ പിന്നെ അവിടുന്ന് ഒന്നും ഇങ്ങോട്ട് നീങ്ങിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കല്യാണമൊക്കെ കൂടുമ്പോഴാണല്ലോ കൂട്ടക്കാരും കുടുംബക്കാരും അയൽവാസികളെയും എല്ലാവരും ഒന്നായിട്ട് കിട്ടുന്ന ഒരു ടൈം എന്ന് പറയുമ്പോൾ ഇങ്ങനെ കല്യാണം പരിപാടിയൊക്കെ ഉണ്ടാവുമ്പോഴല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് കാണട്ടെ എന്ന് വിചാരിച്ചു. ഒന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ദാ ചെറുക്കന്മാരെ പുതിയാപ്പളിൻ്റെ ഒപ്പം വന്ന ചെറുക്കന്മാരാട്ടോ. ഓല അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഒന്നങ്ങോട്ട് വീഡിയോ എടുത്തു എന്ന് മാത്രം. ഇതൊക്കെ ആദ്യം എടുക്കേണ്ട പരിപാടിയാണെങ്കിൽ ലാസ്റ്റ് എടുക്കണമെന്നൊക്കെ പറയാൻ കേട്ടോ ഞാൻ ഈ ഫോട്ടോ എടുത്തപ്പോൾ. ഞാൻ ഫോണും പിടിച്ച് വല്ല മുന്നിൽ കൂടെ ഒക്കെ വന്നപ്പോഴുള്ളൊരു സീനാണ് കേട്ടോ. ഫോൺ ഓഫാക്കാൻ വേണ്ടിയിട്ട് പറയാണ് എന്നോട്. അപ്പോൾ അതാ എല്ലാവരും ഇവിടെ ഇരുന്ന് പുതിയണ്ണൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ എല്ലാവരും ഇവിടെ ഇരുന്ന് കണ്ട് വർത്താനം പറഞ്ഞ് പുതിയണ്ണിൻ്റെ കൂടെ പോകാനുള്ള വെയിറ്റിങ്ങിലാണ്. പുതിയണ്ണിൻ്റെ കൂടെ ഇപ്പം തന്നെ ഒന്നും പോകണില്ല. ഞങ്ങൾ കുറച്ച് വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആയിട്ട് പുതിയണ്ണിൻ്റെ കൂടെ പോകണുള്ളൂ കേട്ടോ. ഇവിടെ ഇവൾ ഭയങ്കര പരാതിയിലാണ്. പുതിയണ്ണ് പോണീൻ്റെ ഇടയ്ക്കൊന്ന് ഫോട്ടോ എടുക്കാൻ വന്നില്ല എന്നുള്ളൊരു പരാതിയിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ക്യാമറ ഓണാക്കണുണ്ട് കണ്ട് അത് ഓഫാക്കി ഇതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തല്ലേ എന്നൊക്കെ പറയാനു. ഇതൊക്കെ വെറുതെ രസമായിട്ട് അങ്ങോട്ട് ചേർത്താണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങളെ പറയലും ചിറിച്ചിലൊക്കെ ഇവിടെ അതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി പിന്നെ ഇനി കുറച്ച് സമയം ഉണ്ടല്ലോ, ഒരുപാട് ആൾക്കാർ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പോകാനാവുമ്പോഴത്തേന് വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പോയതൊന്നുമില്ല. ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ ഇരുന്ന് അങ്ങോട്ട് വർത്താനം പറഞ്ഞു നിന്നു. വീട്ടിലേക്ക് പോയാൽ ഇനിയിപ്പോൾ പോയേക്കിന് തന്നെ ഇങ്ങോട്ട് തന്നെ പോരണ്ടേന്ന് കരുതിയിട്ട് ഞാൻ പോരാൻ നിൽക്കേനു കേട്ടോ. പക്ഷെ ഇവരെല്ലാവരും കൂടി എന്നെ പോകാൻ അയച്ചില്ല. ഇജ്ജ് പോയാൽ പിന്നെ എന്താ, എല്ലാവരും കൂടി പോയാൽ പിന്നെ രസമല്ലല്ലോ, നമുക്ക് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും നിൽക്കണിടയിൽ ഭയങ്കര രസമുള്ളൊരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴത്തെ കുട്ടികളെ പൂവ് കൊടുക്കലും ഇതൊക്കെ കണ്ടപ്പോൾ ഞങ്ങളെ കാലത്ത് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഏതായാലും എനിക്കിപ്പോൾ ഒരു പൂവ് കൊടുക്കണം എന്ന് പറഞ്ഞിക്കാണ്ട് വന്നേക്കേനു കേട്ടോ മൂത്താപ്പാൻ്റെ വലിയ മോനെ. പക്ഷെ താത്താക്ക് ആകെ മടിയായിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഞങ്ങളെല്ലാവരും കൂടി പൂവൊക്കെ കൊടുപ്പിച്ചിട്ടാ. ഇതൊക്കെ വെറുതെ ഒരു തമാശക്ക് വേണ്ടിയിട്ട് ഇതിൽ ആഡാക്കിയതാണ്. ഇതൊന്നും ആരും കാര്യമായിട്ട് എടുക്കൊന്നും വേണ്ട. ഇതൊക്കെ അല്ലേ ഓരോ രസത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ വെറുതെ കാട്ടിക്കൂട്ടി ഓരോ വീഡിയോ ആണ്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ നിസാറും പാടെ മാറ്റി ഒരുങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഓലിട്ടൊന്ന് താങ്ങിയിരുന്നു. ഞങ്ങളൊക്കെ രാവിലത്തെ ഡ്രസ്സ് ഇട്ട് അവിടെ നിൽക്കുമ്പോൾ ഓല് പോകാൻ വേണ്ടിയിട്ട് നല്ല വേറെ ഡ്രസ്സൊക്കെ മാറ്റി ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കല്യാണം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി പുതിയാപ്പളിൻ്റെ അടുക്ക് പോണ വീഡിയോസും അവിടുത്തെ കല്യാണ വിശേഷങ്ങളായിട്ട് നാളെ 3 മണിക്ക് ഇൻഷാ അല്ലാഹ് ഞാനെത്തും. എന്നെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടെ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.